ഞാൻ എൻട്രിയിൽ സെർച്ച് ചെയ്തപ്പോൾ പ്രദീപ് സാറിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ഞാൻ പ്രദീപ് സാറിനെ കുറിച്ചായി 2-3 ദിവസത്തെ സെർച്ചിങ്. കാരണം ഇനി ഒരു ഓൺലൈൻ ആപ്പിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതുപോലെ ആകുമോ എന്നുള്ള പേടി കാരണമാണ് ഞാൻ എൻട്രിയെക്കുറിച്ച് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ശ്രീജിത്ത് സാറിൻ്റെയൊക്കെ മലയാളം ക്ലാസ് എനിക്ക് ഭയങ്കര എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ലൈവൊക്കെ കേട്ടിട്ട് നോട്ടൊക്കെ എഴുതി അത് അവസാനം റിവൈസൊക്കെ ചെയ്തിട്ട് പോകാറുണ്ടായിരുന്നു. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ 33ാമത്തെ വയസ്സിലാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. അതും ഈ 33 വയസ്സ് വരെ ഞാനൊരു PSC എക്സാം എഴുതിയിട്ടേ ഇല്ല. ഒരു ബേസ് ഇല്ലാത്ത ആളാണ്. എൻട്രിയുടെ ക്ലാസ് കൊണ്ട് മാത്രമാണ് സാറിൻ്റെ എല്ലാ സാറുമാരുടെ ക്ലാസ് എനിക്ക് ഓരോരുത്തരെ വെച്ച് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ എനിക്ക് ഒരു ബേസ് ഇല്ല കേട്ടോ. ഇംഗ്ലീഷിലാണ് എനിക്ക് 10th ഏറ്റവും മാർക്ക് കുറവ്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ്സായിരുന്നു. അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ 426ാമത്തെ റാങ്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ബേസ് ഇല്ലാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ആ റാങ്ക് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് PSC എന്നുള്ളത് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം തന്നെയാണെന്ന്. ഞാൻ ശരിക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ 3rd റാങ്കാണ്. പക്ഷേ മാർക്ക് ബേസ് ഞാൻ തന്നെയാണ് ഫസ്റ്റ്. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്.